a bit of violence is there. സൂര്യ ഒരു കംബാക്ക് എന്നൊക്കെ പറയാം. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണോ? പടം കൊള്ളായിരുന്നു. സൂര്യയുടെ ആ ലുക്കും സ്വാഗും മാസൊക്കെയാണ്. പിന്നെ അടിപൊളിയായിരുന്നു. നല്ലതാണ്. കുറെ കാലത്തിന് ശേഷം സൂര്യയുടെ നല്ലൊരു പടം കണ്ടു. കൊള്ളായിരുന്നു. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പടം. കാർത്തിക് സുബ്രാജ് പടം. സുബ്രാജിന്റെ നല്ലൊരു പടമായിരുന്നു. ഒരു ലവിൻ്റെ ഒരു വാറും പിന്നെ ഒരു കോമഡി, ജാറാമിൻ്റെ ഒരു കോമഡിയും പിന്നെ സൂര്യയുടെ മെയിൻ ഫൈറ്റ് ഇപ്പോൾ ഇതിലാണ് ഞാൻ കുറേ കണ്ടത്. ഫൈറ്റ് ഒരുപാടുണ്ട് സൂര്യയുടെ. അടിപൊളി ഫൈറ്റ്, നല്ല കറോട്ടായിട്ടുള്ള ഫൈറ്റൊക്കെ അതിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കാർത്തിക് സുബ്രാജ് നല്ല പോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ജാറാമിൻ്റെ കുറേ കോമഡി ഉണ്ട്, സൂര്യയുടെ കുറച്ച് കോമഡി വരും. ജോജു അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു കാർത്തിക് സുബ്രാജ് പടമാണോ? കാർത്തിക് സുബ്രാജ് പടം തന്നെ. സൂര്യ ഒരു കംബാക്ക് എന്നൊക്കെ പറയാം. സൂര്യ ഈസ് ലൈക്ക് ലാസ്റ്റ് കങ്കുവായൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണോ? പടം കൊള്ളാം. ഒരു പക്ക ടിപ്പിക്കൽ മൂവിയാണോ കാർത്തിക്കിന്റെ? അല്ലല്ല, വേറെ ടൈപ്പ് ജോണർ മൂവിയാണോ? കാർത്തിക് സുബ്രാജിന്റെ അത്രയ്ക്ക് മാജിക് ഒന്നും വർക്കൗട്ട് ആയെന്ന് തോന്നുന്നില്ല. അങ്ങേരെ ബെസ്റ്റ് പടം പേട്ട തന്നെയാണ്. ഇത് അതിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. കൊള്ളായിരുന്നു. ടിപ്പിക്കൽ കാർത്തിക് സുബ്രാജ് പടമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ പറയുക, പേട്ട വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നോർമലി ഉള്ള സ്റ്റോറിയാണ്. പിന്നെ നോർമലി കാണുന്ന സെക്കൻഡ് ഹാഫില്ലേ, ഒരു തമിഴ് പടമില്ലേ. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് കുഴപ്പമില്ലായിരുന്നു. കുറച്ചും കൂടെ ലാഗ് ഉണ്ടെന്ന് പറയുന്നു. കുറച്ച് ലാഗ് ഉണ്ട് പടം. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. ഒരു ടിപ്പിക്കൽ സുബ്ര പടം എന്ന് പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും പേട്ട കൊള്ളായിരുന്നു. പടം കൊള്ളായിരുന്നു. സൂര്യയുടെ ആ ലുക്കും സ്വാഗും മാസൊക്കെയാണ്. പിന്നെ ടിപ്പിക്കൽ കാർത്തിക് സുബ്രാജ് പടമാണോ? ഒരു ടിപ്പിക്കൽ കാർത്തിക് സുബ്രാജ് പടമാണോ? കാർത്തികിന്റെ പടം പോലെ തന്നെയാണ്. ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷെ സൂര്യ ഉള്ളതുകൊണ്ട് മാസ്. അടിപൊളിയായിരുന്നു. ടിപ്പിക്കൽ കാർത്തിക് സുബ്രാജ് പടമാണോ? എന്നാലും നല്ല രസമായിരുന്നു കാണാൻ. ക്ലൈമാക്സ് ഒക്കെ? ക്ലൈമാക്സിന്റെ ഒരു ഇച്ചിരി ഇതായിരുന്നു, പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീനും എല്ലാം. ക്ലൈമാക്സിലെ ഫൈറ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. കുഴപ്പമില്ല. നല്ല പടം. കുറെ കാലത്തിന് ശേഷം സൂര്യയുടെ നല്ലൊരു പടം കണ്ടു. കൊള്ളായിരുന്നു. സൂപ്പർ. കങ്കുവിനെക്കാട്ടിയും കങ്കുവിനേക്കാൾ 1000 കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇല്ല. ടിപ്പിക്കൽ കാർത്തിക് സുബ്രാജ് പടം. അതെ, ടിപ്പിക്കൽ കാർത്തിക് സുബ്രാജ് നന്നായിട്ടുണ്ട് പടം. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പടം. ത്രൂവായിട്ടെന്ന് പറഞ്ഞാൽ ലവും കൂടി ഉള്ളതുകൊണ്ടാണ്. എല്ലാ പടം അടിപൊളി പടം. ജയറാം ഡയറക്ടർ സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? സൂര്യ സൂപ്പർ. ടിപ്പിക്കൽ കാർത്തിക് പടം. സൂപ്പർ പടം. കാർത്തിക് സുബ്രാജ് പടം. സൂര്യയുടെ തിരിച്ചു വരാൻ ഉറപ്പായിട്ടും കുഴപ്പമില്ല. കങ്കു വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. സ്റ്റോറി വൈസും സൂര്യ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ വലുതായിട്ടൊന്നുമില്ല. പടം എങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബിറ്റ് ഓഫ് വയലൻസ് ഇസ് ദെയർ. അപ്പോൾ ഏറ്റവും കൂടുതലായിപ്പോയി. മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാസ് കൂടുതലായിപ്പോയി. പക്ഷേ സൂര്യനെ നമ്മൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. എൻ്റെ 200 രൂപയാണ് ഞാൻ മുടക്കി ടിക്കറ്റ് എടുത്തത്. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ കരമനയിൽ പോയിട്ട് 100 രൂപയ്ക്ക് 100 രൂപ എനിക്കും 100 രൂപ ആർക്ക് നമ്മുടെ എന്നെ കിരണിനെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു ചട്ടി പഴിഞ്ഞ് 100 രൂപയാണ്. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 2 ചട്ടി പഴിഞ്ഞ് പിടിച്ച് ഈ ചൂട് സമയത്ത് ശരീരങ്ങളെ തണുത്ത് വരായിരുന്നു. മാങ്കോച്ചിൽ വിട്ടൊന്നുമില്ല. മാങ്കോച്ചിൽ ഇതിപ്പോൾ ഒരു അരയടിച്ചാലും തികയൊന്നുമില്ല. ഒരു ലിറ്ററെങ്കിലും വേണ്ടി വരും. സുമേഷിനെ ഞാൻ കൊണ്ടുവന്നല്ലേ. പക്ഷേ ഇത് നമ്മളെ സൂര്യയിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതീക്ഷ മാസ് ഭയങ്കരമായിട്ട് കൂടിപ്പോൾ. അതായത് വാച്ച് ദ മൂവി ടുഡേയ്സ് ആൻഡ് ഹിയർ ഈസ് മൈ or next way it is an average movie with an okay story, nothing exceptional but is worth a one time watch. A bit of violence is there. കൂടിപ്പോയി, മനസ്സിലായില്ലേ? ഇതും സത്യം പറയാൻ എനിക്ക് കാണാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലേ, പിന്നെ നമ്മൾ പിന്നെ നോക്കി പറഞ്ഞത്. ഇത് നേരത്തെ പറയാൻ വേണ്ടിയിരുന്ന കാര്യമാണ്. ഭയങ്കരമായിട്ട് നമ്മൾ സൂര്യൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ആ 200 ഉണ്ടായിരുന്നെങ്കിൽ പഴിഞ്ഞെങ്കിലും കുടിക്കായിരുന്നു 2 പേർക്കായിരുന്നു. സത്യം വിഷപ്പെങ്കിലും മാറിപ്പോയിനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മു നമ്മളെ ജോജി ജോർജ് ചേട്ടൻ ഉണ്ടല്ലോ, ജോജി ജോർജ് ചേട്ടനെ ഈ സിനിമയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. കാര്യം യാതാ വെട്ടിയിട്ട വാഴ പോലെയാണ് ജോജി ജോർജ് എണ്ണം വന്നത്. കാര്യം എനിക്ക് ജോസഫ് എന്നുള്ളൊരു സിനിമ കണ്ടത് ജോജി ജോർജ് എൻ്റെ ഫാനും കൂടിയാണ് ഞാൻ. കാര്യം ഈ സിനിമയിൽ വെറുതെ ഒരു വാഴ കണക്ക് വെട്ടി വിടാൻ വേണ്ടി വരേണ്ട ആവശ്യം. കാര്യം വില്ലനായിട്ട് നല്ല ആക്ടിങ്ങുള്ള ആളാണ്, പക്ഷേ ആക്ടിങ് ഒന്നുമില്ല, ഒരു ആക്ടിങ്ങും ഇല്ല ജോജി പറഞ്ഞത്.
ചുമ്മാ സൂര്യയുടെ ഒരു മാസ് കാണിക്കുമ്പോൾ പിന്നെ നടനാകുമ്പോൾ വലിയ മാസ് കാണിക്കില്ല, ഒറ്റയടിക്ക് തൂരിപ്പോയി ജോജോണെ. നമ്മളെ കളിയാക്കിയതല്ല, നമ്മളെ മലയാള നടന്മാർ തമിഴിൽ പോയി എന്തിനാണ് ഈ കോമഡി ആവുന്നത്. പിന്നെ പാട്ട് കൊള്ളായിരുന്നു, ആദ്യത്തെ പാട്ട് കൊള്ളായിരുന്നു. ആദ്യമൊക്കെ സിനിമ തുടങ്ങിയപ്പോഴത്തേക്ക് അറിയുന്ന ബിൽഡപ്പ് ഉണ്ടായിരുന്നു, പിന്നീടായപ്പോൾ ലാഗായി. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉറങ്ങി. പിന്നെ പെട്ടെന്ന് ഒരു പൊട്ടലും ചുമ്മാ ആടി തെലുങ്ക് പടത്തിനും കാട്ടി അപ്പുറമായിപ്പോയി. സൂര്യയാണെങ്കിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതാണ് കാർത്തിക് വിചാരിച്ചത്. കാർത്തിക് ആണെങ്കിൽ 200 രൂപ ഉണ്ടെങ്കിൽ കാർത്തിക് ആണെങ്കിൽ ഞാൻ 2 പഴഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുക 200 രൂപയ്ക്ക്. പക്ഷേ